Jordan. Jordan. ഇന്ന് പുതിയ ചാപ്റ്റർ എടുക്കാം കേട്ടോ. നമുക്ക് ഇലക്ട്രിസിറ്റി ഇസ് ഓൾ ഓവർ. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? യെസ്. ഇനിയും റിപ്ലൈ വന്നോട്ടെ. ഓക്കെ, ഫൈൻ. ഓക്കെ, യാ, ലെറ്റ്സ് സ്റ്റാർട്ട്. നോക്കണം കേട്ടോ. ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആയിരിക്കും. ഏതായിരിക്കും? പ്രോബ്ലംസ് കേട്ടോ. ബിക്കോസ് പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. എങ്ങനെയാണ് ഹൗ ടു ഡു പ്രോബ്ലം തെറ്റുണ്ടോ അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് വി കംപ്ലീറ്റ് റിഫ്ലക്ഷൻ. ക്ലിയർ? ഫസ്റ്റ് വി കംപ്ലീറ്റ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് മെല്ലെ അതിന്റെ പ്രോബ്ലംസ് ഇന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്ക്. കൺസിഡർ എ മിറർ. ഒരു മിറർ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് നേരിട്ട് അങ്ങോട്ട് കൺസെപ്റ്റിലേക്ക് പോവാം. ബിക്കോസ് ഇത് 90+ന്റെ ക്ലാസ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് പോവാം. ഓക്കെ, അത് മിററിന്റെ മുകളിലേക്ക് ജസ്റ്റ് എന്താ പറയാ, മേക്ക് ടു ഫോൾ വൺ ലൈറ്റ്. ലൈറ്റ് ഇതിന്റെ മുകളിൽ ഞാൻ തട്ടിച്ചു. ക്ലിയർ? അങ്ങനെ ലൈറ്റ് ഇതിന്റെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഫോൾസ് ഓൺ ദി മിറർ ആൻഡ് റിട്ടേൺസ്, ബൗൺസ് ബാക്ക് ചെയ്യും, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യൂലേ? തട്ടിയിട്ട് തിരിച്ചു പോകും. ക്ലിയർ? സി, ഇങ്ങനെ ഒരു സർഫസിന്റെ മുകളിൽ ലൈറ്റ് തട്ടിയിട്ട് ആ ലൈറ്റ് തിരിച്ചു പോവാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ റിഫ്ലക്ഷൻ. Reflection, that is what we called reflection. This ray is what we call incident ray, and this ray is what we called reflected ray. This is reflected ray. Understood? ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. That is marked as I, and this angle is what we called angle of reflection, that is denoted by R. So incident ray, this one is what we call the normal. Normal means just 90° perpendicular to the surface. Hope it is clear. Clear allada makkale? Okay, clear. ഇതിൽ രണ്ട് കാര്യം പഠിക്കാണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണുള്ളത്. ഒന്ന് ഇൻസിഡന്റ് റേ, നോർമൽ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇൻസിഡന്റ് റേ, നോർമൽ റിഫ്ലക്റ്റഡ് റേ, ഇത് മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കും. സോ law number 1, incident ray, normal reflected ray are always lie in the same plane. Once again, incident ray, normal reflected ray are always lie in the same plane. That is point number 1. And point number 2, angle of incidence is equal to angle of reflection. These are the two laws for reflection. One is incident ray, normal reflect ray, always in same plane. And second one is angle of incidence is equal to angle of reflection. Keep these two laws in your mind. Okay, okay, ഇത് റിപ്ലൈ വരണം കേട്ടോ. വെറുതെ ഇരിക്കാതെ എല്ലാവർക്കും റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പ്ലീസ് ബി ലൈവ്. ലൈവായിട്ട് ക്ലാസ് ഫീൽ ചെയ്യാം. ഓക്കെ, യെസ്, ഇത് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. മൂവിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ക്ലിയർ മക്കളെ? യെസ്, ലിസൺ. Consider this is a plane mirror. Everyone knows. Clear? The mirror got we used in our home is plane mirror. വീട്ടിൽ മാത്രമല്ല പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന മിറർ, ദാറ്റ് ഈസ് പ്ലെയിൻ മിറർ. എക്സാമിന് ചോദിക്കുന്ന ചെറിയൊരു ചോദ്യമുണ്ട്, 1 mark question. A person is standing in front of the plane mirror. Clear? അപ്പോൾ for sure image will be produced inside the mirror.
അല്ലെങ്കിൽ image will be produced. Clear? Image will be, just a minute. Yeah, image will be produced. മനസ്സിലാവുന്നുണ്ടോ മക്കളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? Image will be produced. Clear? The image produced by plane mirror, അതിന്റെ characteristics ചോദിക്കലുണ്ട്. Image produced by plane mirror ന്റെ characteristics. It is a repeated question. Characteristics of image produced by പറഞ്ഞോ plane mirror. One is image produced by plane mirror is virtual and erect. Image produced by plane mirror is virtual and erect. ഉണ്ടോ എല്ലാവരും ഉണ്ടോ അവിടെ കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ, വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും. സൈസ് ഓഫ് ദി ഒബ്ജക്ട് is same as that of size of the image. Important. Second point is important. Third point, object distance. This mirror distance from the mirror to object, അതിനെ വിളിക്കുന്ന പേരാണ് object distance, denoted by u. Distance from mirror to object is called object distance, denoted by u. Distance from mirror to image is what we call image distance, that is v. Clear? For plane mirror, object distance is equal to image distance. Object distance, if it is 20 centimeter, image distance 20 centimeter ആയിരിക്കും. Object distance image distance same ആയിരിക്കും. These are the characteristics of image produced by plane mirror. These are the characteristics of പറയടാ പറ. These are the characteristics of image produced by plane mirror. If it is okay, write S on the chat box. Okay, വരട്ടെ. Okay, chat ഇനി വരട്ടെ. More replies. More replies. Okay, yeah. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോകുന്നുണ്ട്. നന്നായിട്ട് കേൾക്കണം കേട്ടോ, നല്ല മക്കളല്ലേ? ക്ലിയർ ചെയ്തു. സാർ ഇനി പറയാൻ പോകുന്നത് യെസ് 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 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയാ. then only you can able to understand. Okay, വെറുതെ ഇരിക്കരുത്, ക്ലാസ് കറക്റ്റ് കേൾക്കുക. ഇഫ് യു വാണ്ട് എനി നോട്ട് ജസ്റ്റ് റൈറ്റ്. ഓക്കെ, അതിങ്ങനെ ഒരു റഫ് പേപ്പർ റഫ് നോട്ട് ഏതെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ എഴുതി പോകാം. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്ഫെറിക്കൽ മിറർ. Spherical mirror, it is important. Spherical mirror, spherical mirror most important ആട്ടോ മക്കൾ, നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. എടാ, spherical mirror is nothing but this is a sphere, right? അല്ലേ? ഇതൊരു സ്ഫിയർ ആയിട്ട് കൂടാ, ബട്ട് ബോർഡിൽ വരയ്ക്കുമ്പോൾ അത് സർക്കിൾ ആയിട്ട് കാണും, കാരണം ബോർഡിൽ സർക്കിൾ അല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ എനിക്ക്. ക്ലിയർ? ഇതൊരു സ്ഫിയർ ആണ്. കൺസിഡർ ദിസ് ആസ് എ സ്ഫിയർ. ഈ സ്ഫിയറിന് ഉണ്ടാക്കുന്ന മിറർ ആണ് സ്ഫെറിക്കൽ മിറർ എന്ന് പറയാം. ഒരു സ്ഫിയറിന് ഉണ്ടാക്കുന്ന മിറർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കുക, സാർ സ്ഫിയറിനൊക്കെ എങ്ങനെയാ സാർ ഒരു മിറർ ഉണ്ടാക്കുക? സോ സിമ്പിൾ മൈ ഡിയർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഇവിടെ നോക്ക്, ഒന്നും ചെയ്യണ്ട. ഒരു സ്ഫിയറിനും ഓക്കെ, നോക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. ദിസ് ഇസ് എ പാർട്ട് ഓഫ് സ്ഫിയർ. ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിനെ സാറ് മുറിച്ചു മാറ്റി ചെറിയൊരു ഭാഗം ഉണ്ടാവില്ലേ? യെസ്, ഒരു ചെറിയ ഭാഗം ഉണ്ടാവും. ഈ ചെറിയ ഭാഗത്തില് ഞാനിവിടെ മുന്നിലാണ് നിൽക്കുക കേട്ടോ, ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും മിററിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് നിൽക്കുക, റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കാൻ അലൗഡ് അല്ല. ഇറ്റ്സ് നോട്ട് എ റൂൾ. ഓക്കെ, ഒബ്ജക്ട് ഷുഡ് ഓൾവേസ് പ്ലേസ്ഡ് അറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നാണ്. ഓക്കെ, നോക്ക്. അപ്പൊ ഞാൻ നിൽക്കുന്ന ഭാഗം പ്രൊജക്ട് ചെയ്തിട്ട് ഉള്ളിലാണ് കോട്ടിങ്. മിററിന്റെ ബാക്കിൽ ഒരു കോട്ടിങ് ഉണ്ടാവില്ലേ? ക്ലിയർ? ദിസ് ഇസ് വാട്ട് വി കോൾഡ് കോൺവെക്സ് മിറർ എന്നാണ് പറയാ. എന്ത് മിറർ എന്നാ പറയാ? കോൺവെക്സ് മിറർ കേട്ടോ. ഇനി ഞാൻ ഫേസ് നോക്കുന്ന ഭാഗം ഒരു ഗുഹ പോലെ കുറച്ചൊന്ന് വളഞ്ഞിട്ടാണെങ്കിൽ, അതായത് മിററിന്റെ ഫ്രണ്ട് പീസ് മീൻസ് ഇങ്ങനെ വളഞ്ഞിട്ടാണെങ്കിൽ, ദിസ് ഈസ് വാട്ട് വി കോൾഡ് കോൺകേവ് മിറർ.
ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ സ്ഫെറിക്കൽ മിറർ മെയിൻലി ടു ടൈപ്പ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വൺ ഈസ് കോൺകേവ് മിറർ ആൻഡ് അനദർ വൺ ഈസ് കോൺവെക്സ് മിറർ. ഒന്ന് കോൺകേവ് മിറർ ആണ്, രണ്ടാമത്തേത് ഏതാ? കോൺവെക്സ് മിറർ ആണ്. മറക്കരുത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Yeah, hope it is clear. Okay. Okay, just a minute, മക്കളെ. Okay. ഓക്കെ ഓക്കേടാ. ഓക്കെ ഓക്കെ. ഞാനിന്ന് മായ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. യെസ്. പിന്നെ അടുത്തത് പറഞ്ഞോട്ടെ. ഇത് മറക്കൂലല്ലോ അല്ലേ? അപ്പൊ എത്ര ടൈപ്പ് മിറർ ഉണ്ട്? എല്ലാരും പറഞ്ഞേ. റൈറ്റ് ഓൺ ദി ചാറ്റ് ബോക്സ്. എത്ര ടൈപ്പ് മിറർ ഉണ്ട്? നോക്കട്ടെ എത്ര പേര്. നമുക്ക് നോക്കാം. സ്ഫെറിക്കൽ മിറർ എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്പ് മീൻസ് എന്തൊക്കെ ഏതൊക്കെ മിറർ ആണ്? ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതി കാണിച്ചു. കോൺകേവ്, കോൺവെക്സ്, കോൺകേവ്, കോൺവെക്സ്. യെസ് 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 യെസ്. ഓക്കെ. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. കോൺകേവ് മിററിനെ വിളിക്കുന്ന വേറെ പേരാണ് ഡൈവേർജിങ് മിറർ എന്നാണ് പറയുന്നത്. സോറി, കോൺകേവ് ഉണ്ട്. ഓക്കെ. കോൺവെക്സ് മിറർ ഇസ് ഓൾസോ കോൾഡ്. എഴുതാത്തത്. ഓക്കെ. കോൺവെക്സ് മിററിനെ വിളിക്കുന്ന വേറെ പേരാണ് ഡൈവേർജിങ് മിറർ എന്നാണ് പറയുക. ഓക്കെ. കോൺകേവ് ലെൻസിനെ വിളിക്കുന്ന പേരാണ് കൺവേർജിങ് മിറർ എന്നാണ് പറയാ. എന്ത് മിറർ എന്നാണ് പറയാ? ഒന്നുകൂടി പറഞ്ഞ. എന്ത് മിറർ ആണ്? കൺവേർജിങ് മിറർ. മറക്കരുത് കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും ഒരുപോലെ റിപ്പീറ്റ് ചെയ്ത്. പറഞ്ഞോ. കോൺകേവ് മിറർ ഇസ് ഓൾസോ കോൾഡ് കൺവേർജിങ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ ഇസ് ഓൾസോ കോൾഡ് ഡൈവേർജിങ് മിറർ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതെന്താ സാറേ കൺവേർജിങ്? വാട്ട് ഈസ് ദ ഡൈവേർജിങ്? അങ്ങനത്തെ ഡൗട്ട് ഉണ്ടാവല്ലോ അല്ലേ? ഇല്ലേ?
അത് ജസ്റ്റ് ഒന്ന് ഉണ്ടോ ഇല്ലേ അതൊന്ന് ഒന്ന് എഴുതിയ ചാറ്റ് ബോക്സിൽ എഴുതിയ. യെസ് ഉണ്ട്. ഓക്കെ, ഇതൊന്നും ഒരാൾക്കേ ഉള്ളൂ, ബാക്കിയല്ലേ, ബാക്കി ആരും ഒന്നും പറയുന്നില്ലല്ലോ. യെസ് 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 ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. നോക്ക് നോക്ക്, ഇത് കോൺകേവ് മിറർ ഞാൻ എടുത്തു കേട്ടോ. കോൺകേവ് മിറർ ഞാൻ എടുത്തു. ഈ ഒരു കോൺകേവ് മിറർ, ഇത് കുറച്ച് പാർട്സ് ഉണ്ട്, നമുക്ക് അതൊക്കെ വരയ്ക്കാം എന്തൊക്കെയാന്നുള്ളത് കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് പറയുന്ന പേരാണ് അപ്പർച്ചർ എന്നാണ് പറയാ. അത് നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതിനൊരു സെന്റർ ഉണ്ടാവും. ദിസ് ഇസ് വാട്ട് വി കോൾ സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അത് പഠിക്കേണ്ട. റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ. ആൻഡ് ദിസ് ഇസ് വാട്ട് വി കോൾഡ് ഫോക്കൽ ലെങ്ത്, ഇതിന്റെ പകുതി. ആൻഡ് ദിസ് ഇസ് വാട്ട് വി കോൾഡ്, അറിയോ ഇതിന്റെ പേര് എന്താ പറയാ? പോൾ. പോൾ, സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്. ക്ലിയർ? ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വര വരയ്ക്കുക. ദാറ്റ് ലൈൻ ഇസ് വാട്ട് വി കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയാ. എന്ത് ആക്സിസ് എന്നാ പറയാ? പ്രിൻസിപ്പൽ ആക്സിസ്. ക്ലിയർ? അപ്പൊ അതേപോലെ നമുക്ക് ഇത് ഏത് മിററിന്റെ ആണ്? കോൺകേവിന്റെ ആണോ കോൺവെക്സിന്റെ ആണോ? ദിസ് ഇസ് ഫോർ കോൺകേവ് മിറർ. അപ്പൊ ഇതേപോലെ കോൺവെക്സ് നമുക്ക് വരയ്ക്കാം. കോൺവെക്സിൽ ബാക്കിലാണ് ആ ഷെയ്ഡ് ഉണ്ടാവുക. ആൻഡ് എവിടെയായിരിക്കും എഫും സി ഒക്കെ എവിടെയായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർ റൈറ്റ് ഹാൻഡ് സൈഡ്? ചാറ്റ് ബോക്സിൽ പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർ റൈറ്റ് ഹാൻഡ് സൈഡ്? ഏത് ഭാഗത്താണ് ഉണ്ടാവുക? റൈറ്റ്, റൈറ്റ്, റൈറ്റ്. വെരി ഗുഡ്. അപ്പോ ദിസ് ഇസ് പി. പി ഇവിടെ തന്നെ ആയിരിക്കും. Then this is focus and this is center of curvature. ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. And this is what we call principal axis. മക്കളെ മനസ്സിലായിട്ടുണ്ടോ? മക്കളെ, യെസ് 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 യെസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എപ്പോഴും പറഞ്ഞു തന്നിട്ടില്ല, വാട്ട് ഈസ് ദാറ്റ് കൺവേർജിങ്, വാട്ട് ഈസ് ദാറ്റ് ഡൈവേർജിങ്? അത് ഞാൻ പറഞ്ഞോട്ടെ എന്താന്നുള്ളത് അല്ലേ. അപ്പൊ കൺവേർജിങ് പറയാനുള്ള റീസൺ, എവിടുന്ന് ലൈറ്റ് വന്നാലും, ഏത് ഡിസ്റ്റൻസ് നിന്ന് ലൈറ്റ് വന്നാലും, ഇറ്റ് വിൽ ഗോസ് ത്രൂ ഫോക്കസ്. ലോങ് ഡിസ്റ്റൻസ് നിന്ന് ലൈറ്റ് വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസിലേക്ക് എന്ത് ചെയ്യും? കൂടിച്ചേരും. ക്ലിയർ? ലോങ് ഡിസ്റ്റൻസ് ലൈറ്റ് വരുമ്പോ അത് കംപ്ലീറ്റ് ആയിട്ട് എവിടെ ചേരും? ഒരു പോയിന്റിൽ കൂടി ചേരും. ദാറ്റ് ഈസ് ഫോക്കസ്. അതുകൊണ്ടാണ് ഈ ലെൻസ്, ഈ മിററിനെ കൺവേർജിങ് മിറർ എന്ന് പറയുന്നത്. എന്ത് മിറർ എന്നാ പറയുന്നത്? കൺവേർജിങ് മിറർ. കാരണം ലോങ് ഡിസ്റ്റൻസിൽ വരുന്ന ലൈറ്റ് മൊത്തം ഫോക്കസിലേക്ക് കൂടി ചേരും. അതുകൊണ്ട് ഇതിനെ കൺവേർജിങ് മിറർ എന്നാണ് പറയുക. ഇനി ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ലോങ് ഡിസ്റ്റൻസിന് വരുന്ന ലൈറ്റ് മൊത്തം കൺവേർജ് ചെയ്യൂല. അത് കംപ്ലീറ്റ് ആയിട്ട് മിററിന്റെ മുകളിൽ തട്ടിയിട്ട് ഇത് ഇങ്ങനെ വന്ന് തട്ടി അങ്ങോട്ട് പോവും. ഇങ്ങനെ നേരെ വന്ന് തട്ടിയിട്ട് ഇങ്ങോട്ട് പോകും. ഡൈവേർജ് ചെയ്യാണ് ചെയ്യുക. സോ ദിസ് മിറർ വിൽ ഡൈവേർജ് ലൈറ്റ്. ദാറ്റ് മിറർ ഇസ് കൺവേർജിങ് ലൈറ്റ്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇനി എല്ലാരും റിപ്ലൈയും വരട്ടെ. യെസ്, ഗുഡ്. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിത് മായ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് മായ്ച്ചിട്ട് നമുക്ക് മെല്ലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിച്ചോട്ടെ. എവിടെയൊക്കെ ഓബ്ജക്റ്റ് വെച്ചാൽ എവിടെയാ ഇമേജ് വരാം? അതിനെ കുറിച്ച് യു നോ എനിത്തിങ്? അറിയോ? അറിയുന്ന എസ് എന്ന് എഴുതിക്കോ. ഫോർ എക്സാമ്പിൾ, ഒബ്ജക്ട് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ ഇമേജ് വിൽ ബി ഹിയർ. അങ്ങനെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് എത്ര പേർക്ക് ഓക്കെ? കുറെ എസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ആ ടോപ്പിക്ക് ഞാൻ പറയുന്നില്ല, ബട്ട് പകരം പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ബട്ട് ജസ്റ്റ് സാർ ഒരു കാര്യം, അതിന്റെ പെട്ടി മാത്രം വരച്ചു തരാം. എവിടൊക്കെ ഒബ്ജക്ട് വെക്കുമ്പോ ഇമേജ് എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് നോക്കിയാലോ? ആ പെട്ടി മാത്രം വരച്ചാലോ? ഓക്കെ ആണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 4 ആയിട്ടാണ് സാറ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഈസ് ഫോർ ഒബ്ജക്ട്, സെക്കൻഡ് ഫോർ ഇമേജ്, ആൻഡ് തേർഡ് ഫോർ നേച്ചർ, ആൻഡ് ഫോർത്ത് ഫോർ സൈസ്. ക്ലിയർ? ദിസ് ഇസ് ഫോർ കോൺകേവ് മിറർ. ഞാൻ കോൺകേവ് മിറർ എന്നാട്ടോ പറയാൻ പോകുന്നത്. കോൺവെക്സ് അല്ല, കോൺകേവ്. പറഞ്ഞോട്ടെ? ഓക്കെ, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഫസ്റ്റ് സാറ് ഒബ്ജക്ട് വെക്കാൻ പോകുന്നത് അറ്റ് ഇൻഫിനിറ്റിയിലാണ്.
at infinity. ക്ലിയർ? ഇൻഫിനിറ്റി ആണ്. ഒബ്ജക്ട് ഇൻഫിനിറ്റിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെയാ ഫോം ചെയ്യുക? എല്ലാവരും ചാറ്റ് ബോക്സിൽ എഴുതിയ ഒരു ഫോക്കസ് വന്നു. ഇനിയും വരട്ടെ. ഫോക്കസ്. ഇനിയും വരട്ടെ. വന്നുകൊണ്ടിരിക്കട്ടെ. യെസ്, വെരി ഗുഡ്. അപ്പൊ ഒബ്ജക്ട് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് വിൽ ബി അറ്റ് ഫോക്കസ്. അറ്റ് ഫോക്കസ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. അതിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. നേച്ചർ വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ക്ലിയർ? ആൻഡ് സൈസ് എങ്ങനെയാന്ന് ചോദിച്ചാൽ വളരെ സ്മോൾ ആയിരിക്കും. ഹൈലി ഡിമിനിഷ്ഡ് when the object is placed at infinity. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, സാർ ഞാൻ അടുത്തതും കൂടി സാർ ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്, പിന്നെ ബിയോണ്ട് സി വെക്കാം. ബിയോണ്ട് സിന്റെ ബാക്കിൽ. കാരണം നമുക്കറിയാലോ ഇൻഫിനിറ്റി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വരുമ്പോ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാം. ഓക്കെ, ബിയോണ്ട് സി ആണ്. ബിയോണ്ട് സി എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അവിടെ ജസ്റ്റ് വരച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് പി ആണ്, ഇത് എഫ് ആണ്, ഇത് സി ആണ്. അപ്പൊ സെക്കൻഡ് ആയിട്ട് ഒബ്ജക്ട് വെക്കുന്ന എവിടെയാ? ബിയോണ്ട് സി. ബിയോണ്ട് സി ആണ് ഒബ്ജക്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇമേജ് വിൽ ബി ഫോംഡ് ബിറ്റ്വീൻ സി ആൻഡ് എല്ലാരും പറ. ആരും എന്താ മിണ്ടാത്ത? എന്താ ശരിയല്ലേ? അല്ലേ? യെസ്, വെരി ഗുഡ്. ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. വെരി ഗുഡ്. നേച്ചർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. നേച്ചർ വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. സൈസ് ചെറുതാണ്, ബട്ട് നോട്ട് വളരെ ചെറുത്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. നോട്ട് ഭയങ്കര ഡിമിനിഷ്ഡ് അല്ല, ബട്ട് ഡിമിനിഷ്ഡ് ആണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Hope it is clear. Okay, very good. Okay, അടുത്തത് ഒബ്ജക്ട് സാർ എവിടെ വെക്കാൻ പോകുന്നത് പറയട്ടെ. യെസ്, എവിടെയായിരിക്കും വെക്കാനുണ്ടാവുക? നിങ്ങൾ പറ, ഞാൻ കേട്ടോളാം. നിങ്ങൾ പറ, അടുത്തത് ഒബ്ജക്ട് എവിടെയാ വെക്കേണ്ടത്? യെസ്, അടുത്തത് ഒബ്ജക്ട് വെക്കേണ്ടത് അറ്റ് സിയിലാണ്. വെരി ഗുഡ്. ഒബ്ജക്ട് അറ്റ് സിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇമേജ് വിൽ ഓൾസോ ബി അറ്റ് സി. ശരിയല്ലടാ? എവിടെടാ റിപ്ലൈ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, അറ്റ് സി. ഓക്കെ, അതിന്റെ നേച്ചർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. സൈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, അത് സെയിം സൈസ് ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സെയിം സൈസ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. പിന്നെ എവിടെ ഒബ്ജക്ട് വെക്കേണ്ടത്? എവറി വൺ റിപ്ലൈ പ്ലീസ്. പിന്നെ ഒബ്ജക്ട് എവിടെയാ വെക്കേണ്ടത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇനിയും വരട്ടെ, ഇനി സൗണ്ട് വരട്ടെ. തന്നെ. വെരി ഗുഡ്. സോ അടുത്തത് ഒബ്ജക്ട് വെക്കേണ്ടത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിന്റെയും എഫിന്റെ ഇടയിലാണ് പിന്നെ ഒബ്ജക്ട് വെക്കേണ്ടത്. ക്ലിയർ? ഫസ്റ്റ് പോയിന്റ് ഇസ് ഓവർ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് വെക്കുന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെ ആയിരിക്കും മക്കളെ? തന്നെ. വെരി ഗുഡ്. അപ്പൊ ഇമേജ് എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ബിയോണ്ട് സി. ഇമേജ് വിൽ ബി ബിയോണ്ട് സി. വെരി ഗുഡ്. ഇമേജ് വിൽ ബി ബിയോണ്ട് സി. നേച്ചർ പിന്നെയും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതിലൊരു മാറ്റവും ഇല്ല. ക്ലിയർ? സൈസ് വലുതായിരിക്കും. വളരെ വലുതല്ല, വലുതായിരിക്കും. എൻലാർജ് എന്നാണ് പറയാം. ഓക്കെ ആയിട്ടുണ്ടോ? ഉണ്ടോ? യെസ്. അടുത്തത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് കഴിഞ്ഞു. പിന്നെ എവിടെയാ വെക്കേണ്ടത്? അത് നിങ്ങൾ പറ. അറ്റ് എഫ് ആണ്.
വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്തത് ഒബ്ജക്ട് വെക്കേണ്ടത് എവിടെയാന്ന് ചോദിച്ചാൽ അറ്റ് എഫ് ആണ്. ഒബ്ജക്ട് അറ്റ് എഫിൽ വെച്ചാൽ ഇമേജ് വിൽ ഫോം ദാറ്റ് ഇൻഫിനിറ്റി. ഇമ്പോർട്ടന്റ്. ഇമേജ് വിൽ ഫോം ദാറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. നേച്ചർ എന്തായാലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇമ്പോർട്ടന്റ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ബട്ട് സൈസ് ഇസ് ദി ഇമ്പോർട്ടന്റ്. അതായത് ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും സൈസ്. റെഡി ആവുന്നുണ്ടോടാ? എവിടെ? ഓക്കെ, ഇനിയും വരട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ലാസ്റ്റ് ഒന്നും കൂടിയേ ഉള്ളൂ. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫോക്കൽ ലെങ്ത്, ഫോക്കസിന്റെയും മറ്റേ പോളിന്റെയും നടുക്കാണ് വെക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എവിടെയാ ഇമേജ് ഫോം ചെയ്യുക? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഒന്ന് വന്നു, പോരാ, എനിക്ക് ഇനിയും വേണം. ബാക്കി എല്ലായിടത്തും വരട്ടെ. യെസ് 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 യെസ്, വരട്ടെ വരട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് വന്നോട്ടെ, മടി വേണ്ട. അതന്നെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ബിഹൈൻഡ് ദി മിറർ. ബിഹൈൻഡ് ദി മിറർ. നേച്ചർ എന്തായിരിക്കട്ടെ മക്കളെ? നേച്ചർ എന്തായിരിക്കും? അതും കൂടി ഒന്ന് കേൾക്കട്ടെ. നേച്ചർ എന്തായിരിക്കും? പറഞ്ഞോ, എല്ലാരും പറഞ്ഞോ? യെസ്. ഇത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് കേസില് ഇമേജ് വിൽ ബി, നേച്ചർ വിൽ ബി വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. നേച്ചർ വിൽ ബി വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ക്ലിയർ. ബട്ട് സൈസ് ആണ് അടുത്തത് പറയാനുള്ളത്. സൈസ് എൻലാർജ്ഡ് ആണ്, വലുതാണ് കേട്ടോ. ബട്ട് ഹൈലി വലുതൊന്നല്ല, ബട്ട് വലുതാണ്. ഇതോടുകൂടി കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ കഴിഞ്ഞു. മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടോ? കുറച്ച് പേര് വരുന്നുണ്ട്. ഫാത്തിമാലിയ വരട്ടെ, മെഹന വരട്ടെ, ഇനിയും വരട്ടെ, ഇനിയും വരട്ടെ. ഓക്കെ, ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യു. പിന്നെ എക്സാമിൽ ചോദിക്കുന്ന വേറൊരു ചോദ്യം ഉണ്ട്. എന്താന്ന് ഞാൻ പറയട്ടെ. കോൺകേവ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണോ എന്ന് ചോദിക്കും. പറഞ്ഞ കോൺകേവ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് മാത്രം എഴുതരുത്. ഈവൻ ദോ 5 റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിലും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിലും ഒന്ന് വെർച്വൽ ആൻഡ് ഇറക്റ്റ് അല്ലേ. അതുകൊണ്ട് ബോത്ത് എഴുതാൻ മറക്കരുത്. കാരണം എല്ലാവരും പൊതുവെ ആ ടെൻഡൻസി ഉണ്ടാവും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് ആൻസർ എന്നുള്ള സംഭവം. ശരിയാണ്, ബട്ട് അത് മാത്രമല്ല, യു ഹാവ് ടു ആഡ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഓൾസോ. ഓക്കെ, നീയാ നുജും ഒന്ന് ഓഫ് ചെയ്തോ. ഓക്കെ, യാ യാ. അപ്പൊ എന്ത് കഴിഞ്ഞു? കോൺകേവ് മിറർ കഴിഞ്ഞു. നമുക്ക് അടുത്തത് ഏത് മിറർ ആയിരിക്കും? കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ, കോൺകേവ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചില്ലേ. അതുകൊണ്ട് കോൺകേവിൽ ഞാൻ ഒന്ന് കുറച്ച് തരാം. ഓക്കെ, 2 പഠിച്ചാൽ മതി. കുറച്ച് തരുന്നല്ലാതെ അത്രേ പഠിക്കാനുള്ളൂ. ക്ലിയർ. കോൺവെക്സ്. കോൺവെക്സ് മിററിനെ വിളിക്കുന്ന വേറെ എന്തോ ഒരു പേരുണ്ടല്ലോ. വാട്ട് ഇസ് ദാറ്റ്? കോൺവെക്സ് മിററിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ടല്ലോ. ഓക്കെ, യാ 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 യാ. ഏതായത്? കോൺകേവ് മിററിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ടല്ലോ, എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ പറ. യെസ്, കോൺവെക്സ് മിററിനെ വിളിക്കുന്ന വേറെ പേരാണ് ഡൈവേർജിങ് മിറർ. എന്ത് മിറർ ആണ് മക്കളെ? ഡൈവേർജിങ് മിറർ. ഓക്കെ, ഇതിനും നമുക്ക് വരയ്ക്കാം. ബട്ട് ഇതിന് കുറച്ചും കൂടി എളുപ്പമാണ്. 2 തന്നെ പഠിക്കാനുള്ളൂ. One is object, image, nature, size. പറഞ്ഞോട്ടെ. ആകെ 2 പഠിക്കാനുള്ളൂ കേട്ടോ, ബാക്കി ഒന്നുമില്ല. അതുകൊണ്ട് നല്ല സുഖമായി, കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. കുറച്ചേ ഉള്ളൂ. ഓക്കെ, ഒബ്ജക്റ്റ് എവിടെ? ഒബ്ജക്റ്റ് വെക്കുന്ന ഫസ്റ്റ് അറ്റ് ഫോക്കസ്, സോറി, അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് വിൽ ഫോം ദാറ്റ് ഫോക്കസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇമേജ് വിൽ ഫോം ദാറ്റ്
സൗണ്ട് വരട്ടെ. അറ്റ് ഫോക്കസ്. സോ ഒബ്ജക്ട് ഇൻഫിനിറ്റിയിലാണ്, ഇമേജ് ഫോക്കസ് ആണ്. ഇനി നേച്ചറും സൈസും. നേച്ചർ എന്തായാലും സൈസിലായി പോയല്ലോ. ഓക്കെ, എനിവേ ഹൈലി സൈസ് എന്തായാലും ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും. നേച്ചർ ഇമ്പോർട്ടന്റ്, അത് വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും. വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്, ഇമേജ് അറ്റ് ഫോക്കസ് ആണ്, വെർച്വൽ ആൻഡ് എറക്റ്റ് ആണ്, സൈസ് ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, യെസ്. ഇനി അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറെ ഒരു കാര്യം, രണ്ടാമത്തത് ഒബ്ജക്ട് എവിടെയാ വെക്കേണ്ടത്. സെക്കൻഡ് ഒബ്ജക്ട് ഇസ് കെപ്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. ഇൻഫിനിറ്റിന്റെയും പോളിന്റെ ഇടയിൽ എവിടെ വെച്ചാലും കുഴപ്പമില്ല. അതാണ് സെക്കൻഡ് കേസ്. അങ്ങനെ ആവുമ്പോ ഇമേജ് എവിടെയാ ഫോം ചെയ്യുക? എല്ലാരും റിപ്ലൈ തന്നെ. വരട്ടെ, ഇതായത് റിപ്ലൈ ഒന്നും കാണുന്നില്ലല്ലോ. കോൺകേവ് മിററിൽ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ വെച്ചാൽ ഇമേജ് എവിടെയാ ഫോം ചെയ്യുക? ഓ മൈ ഗോഡ്, റിപ്ലൈ വന്നില്ല. ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇനിയും വരട്ടെ, വരട്ടെ വരട്ടെ, ഇനിയും വരട്ടെ. എവിടെയായിരിക്കും? ഒന്നേ ആൻസർ വന്നിട്ടുള്ളൂ. യെസ്. എന്നാ പിന്നെ ഞാൻ ആൻസർ പറയട്ടെ. പറയട്ടടാ. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്ട്. ഓൺ ദി യാ ഓക്കെ 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 ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്ട്, അല്ലെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓൺ ദി സെയിം സൈഡ് ഓഫ് ഒബ്ജക്ട് അല്ലെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓക്കെ ആണോ? നേച്ചർ ഒരു ഡൗട്ടും വേണ്ട, വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും. നേച്ചർ വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും. സൈസ് ഡിമിനിഷ്ഡ് ആയിരിക്കും. സ്മോൾ ആണ്, ബട്ട് ഹൈലി സ്മോൾ അല്ല, കുറച്ച് സ്മോൾ ആണ്. റെഡി ആവുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ മക്കളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാടാ. കോൺവെക്സ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എങ്ങനത്തെ ടൈപ്പ് ഇമേജ് ആയിരിക്കും? എങ്ങനത്തെ നേച്ചറൽ ഇമേജ് ആയിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ, വെർച്വൽ ആൻഡ് എറക്റ്റ് ആണോ, അല്ലെങ്കിൽ ബോത്ത് ആണോ? വെർച്വൽ ആൻഡ് എറക്റ്റ് മാത്രമാണ്. ഒരിക്കലും ബോത്ത് നേടി വെക്കരുത്. ആകെ രണ്ടെണ്ണമുള്ള, രണ്ടും വെർച്വൽ ആൻഡ് എറക്റ്റ് ആണ് അല്ലെ. ഫസ്റ്റ് വെർച്വൽ ആൻഡ് എറക്റ്റ് ആണ്, സെക്കൻഡും വെർച്വൽ ആൻഡ് എറക്റ്റ് ആണ്. ഇതൊരു ചോദ്യം ഓർത്ത് വെക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞുതരും. വിൽ യു ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്താന്ന് ചോദിച്ചാല്, കോൺകേവ് മിററിലും ഒരു വെർച്വൽ ആൻഡ് എറക്റ്റ് ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? കോൺകേവ് മിററിൽ ഒരു വെർച്വൽ ആൻഡ് എറക്റ്റ് ലാസ്റ്റ് കേസിൽ. അതന്നെ. ഓക്കെ, കോൺകേവ് മിററിലും ഒരു വെർച്വൽ ആൻഡ് എറക്റ്റ് ഉണ്ട്, ഇതിലും വെർച്വൽ ആൻഡ് എറക്റ്റ് ഉണ്ട്. ഈ രണ്ട് വെർച്വൽ ആൻഡ് എറക്റ്റ് തമ്മിൽ എന്താ വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെർച്വൽ ആൻഡ് എറക്റ്റ് ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ? എന്താണ് ഡിഫറൻസ്? വരട്ടെ, ഇനിയും 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 വരട്ടെ. ഓക്കെ, വെരി ഗുഡ്. കുറെ പേര് ആൻസർ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ആൻസർ പറഞ്ഞു തരാം. ഒന്ന്, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഉണ്ടായ വെർച്വൽ ആൻഡ് എറക്റ്റ് ഡിമിനിഷ്ഡ് ആ, സൈസ് ചെറുതാണ് അല്ലേ. അവിടെ ഉണ്ടായ വെർച്വൽ ആൻഡ് എറക്റ്റ് പറഞ്ഞോ, എൻലാർജ്ഡ് ആണ്. അതുകൊണ്ട് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അവിടെ ഉണ്ടായ മീൻസ് കോൺകേവ് മിറർ പ്രൊഡ്യൂസ് വെർച്വൽ ആൻഡ് എറക്റ്റ് വിത്ത് സൈസ് എൻലാർജ്ഡ് ആയിരിക്കും. ഇത് വെർച്വൽ ആൻഡ് എറക്റ്റ് ആണ്, ബട്ട് സൈസ് എന്തായിരിക്കും? ചെറുതായിരിക്കും. അണ്ടർസ്റ്റുഡ്? എവിടെ സൗണ്ട് ഇല്ലാലോ. യെസ്. ഇനി നമുക്ക് ഇത് പറഞ്ഞിട്ട്, രണ്ട് പോയിന്റ്സ് പറഞ്ഞിട്ട് നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം ആണല്ലോ ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലേ? അല്ലടാ മക്കളെ.
യെസ്, അത് പറയുന്നതിന് മുമ്പ് എനിക്ക് സൈൻ കൺവെൻഷൻ പഠിപ്പിക്കാനുണ്ട് കേട്ടോ. സൈൻ കൺവെൻഷൻ അത് കഴിഞ്ഞിട്ട് രണ്ട് പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ പറഞ്ഞുതരും, അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇന്നത്തോടു കൂടി റിഫ്ലക്ഷൻ തീർക്കാം. ഓക്കെ 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 യാ. ഒരു കോൺകേവ് മിററോ കോൺവെക്സ് മിററോ ഏതാണോ ഇഷ്ടം അത് അങ്ങോട്ട് എടുത്തേക്ക്. ഒരു ലൈന് വരച്ചു. ഞാൻ ഇത് നേരത്തെ ഇങ്ങനെ തന്നെ പറയാം, കുറച്ച് ഈസി ആയിട്ട് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട്. ഇത് പോൾ, ദിസ് ഇസ് ഫോക്കസ്, ദിസ് ഇസ് സെന്റർ ഓഫ് കർവേച്ചർ. ഇതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഞാൻ വെറുതെ ഇവിടെ ഒരു ഒബ്ജക്ട് വെച്ചിട്ടുണ്ട്, ബിയോണ്ട് സി ആണ് വെച്ചത്. അപ്പൊ ഇമേജ് വിൽ ഫോംഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലേ? രണ്ടാളല്ല കേട്ടോ, അത് ഒരാളാണ്. വരച്ചപ്പോ അങ്ങനെ ആയിപ്പോയത്. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് അൺഡു ചെയ്യട്ടെ. യെസ്, കണ്ടോ? ഒബ്ജക്ട് പോയോ? ഒബ്ജക്ട് വെച്ചത് കണ്ടോ? എവിടെ ഒബ്ജക്ട് വെച്ച പറ കേക്കട്ടെ. ആ വരട്ടെ വരട്ടെ വരട്ടെ. യെസ്, സൈൻ കൺവെൻഷനിലെ ഫസ്റ്റ് പോയിന്റ് മുതൽ സാർ പറഞ്ഞുതരാം. ഒബ്ജക്ട് ഷുഡ് ഓൾവേസ് കെപ്റ്റ് അറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി മിറർ. അത് കോൺകേവ് ആയിക്കോട്ടെ, കോൺവെക്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒബ്ജക്ട് ഷുഡ് ഓൾവേസ് കെപ്റ്റ് അറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി മിറർ. അതൊന്ന് ആലോചിച്ച് ഓർത്ത് വെക്കണം. പിന്നെ എല്ലാ മെഷർമെന്റും പോൾന്നാണ് എടുക്കേണ്ടത്. എല്ലാ മെഷർമെന്റും, അതായത് എക്സ് ആക്സിസിൽ വരുന്ന എല്ലാ മെഷർമെന്റും പോൾന്നാണ് എടുക്കേണ്ടത്. ഇങ്ങനെ വരുന്ന മെഷർമെന്റ് ഒക്കെ പോൾന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് സെന്റിമീറ്റർ ഒക്കെ നമ്മൾ അളക്കും. അപ്പൊ പോൾന്നാണ് മെഷർ ചെയ്യേണ്ടത്. പോൾന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ യു. പോൾന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്ത്? ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? യു. പോൾന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് വി. V is the distance between pole and the image. Clear? പോളും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഇമ്പോർട്ടന്റ്, ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്. ഇനി അടുത്തത് പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്ന മെഷർമെന്റ് നെഗറ്റീവ് ആയിട്ടും റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന മെഷർമെന്റ് പോസിറ്റീവ് ആയിട്ടും എടുക്കും. എക്സ് ആക്സിസിൽ യുവും വി ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ എക്സ് ആക്സിസിൽ പറഞ്ഞോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുന്ന എല്ലാ മെഷർമെന്റും നെഗറ്റീവിലും, വൈ ആക്സിസിൽ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന എല്ലാ മെഷർമെന്റും പോസിറ്റീവിലും. അതായത് ഇങ്ങനെ എക്സ് ആക്സിസ് ഇതാണ് പോൾ, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാ മെഷർമെന്റും നെഗറ്റീവ് ആയിട്ട് എടുക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന മെഷർമെന്റ് പോസിറ്റീവ് ആയിട്ട് എടുക്കും. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ അബോവ് വരുന്ന വാല്യൂ, അതായത് പ്രിൻസിപ്പൽ ആക്സിന്റെ അബോവ് വരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കും, പ്രിൻസിപ്പൽ ആക്സിന്റെ ബിലോ വരുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കും. വൺസ് അഗൈൻ, പ്രിൻസിപ്പൽ ആക്സിന്റെ അബോവ് വരുന്നുണ്ടെങ്കിൽ അതിന് എന്തായിട്ട് എടുക്കും? വേഗം പറ. പ്രിൻസിപ്പൽ ആക്സിസിന്റെ അബോവ് വരുന്ന എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിട്ട് എടുക്കും, പ്രിൻസിപ്പൽ ആക്സിസിന്റെ ബിലോ വരുന്ന എല്ലാ വാല്യൂ നെഗറ്റീവ് ആയിട്ട് എടുക്കും. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഈ സൈൻ കൺവെൻഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. സംടൈംസ് 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട് ബോർഡ് എക്സാമിൽ. ഓക്കെ, അപ്പൊ ഇത് എഴുതി വെച്ചാൽ മതി. ഒബ്ജക്ട് ഷുഡ് ഓൾവേസ് കെപ്റ്റ് അറ്റ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി മിറർ. ഓക്കെ, പിന്നെ എക്സ് ആക്സിസിൽ വരുന്ന മെഷർമെന്റ് എപ്പോഴും പോളിനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എക്സ് ആക്സിസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൈനസ് ആയിട്ട് എടുക്കുക, റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആയിട്ട് എടുക്കുക. പ്രിൻസിപ്പൽ ആക്സിന്റെ അബോവ് ആണെങ്കിൽ പോസിറ്റീവ്, പ്രിൻസിപ്പൽ ആക്സിന്റെ ബിലോ ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ ആയിട്ടുണ്ടോ? മൈക്ക് ഓഫ് ചെയ്യണം. ആരോരാളെ മൈക്ക് ഓൺ ആണ്, മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, യാ. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ പറഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. കടന്നൂടെ? എവിടെ ബാക്കിയുള്ള റിപ്ലൈ ഒന്നും വരുന്നില്ലല്ലോ. വരട്ടെ, സൗണ്ട് വരട്ടെ, ഇനിയും വരട്ടെ. യെസ്, എല്ലാരും ലൈവായിട്ട് അങ്ങോട്ട് ആൻസർ ചെയ്യണേ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. രണ്ട് പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ റെഡിയാക്കി തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് മിറർ ഫോർമുല, മോസ്റ്റ് ഇമ്പോർട്ടന്റ് മിറർ ഫോർമുല. ഓക്കെ,
മിറർ ഫോർമുല. ഓക്കെ, ഒന്നും പേടിക്കാനില്ല, ജസ്റ്റ് കേട്ടാൽ മതി, മനസ്സിലാവും. മിറർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1/v പ്ലസ് 1/u ഇസ് ഈക്വൽ ടു 1/f. പറഞ്ഞ 1/v പ്ലസ് 1/u ഇസ് ഈക്വൽ ടു 1/f. ഡൗട്ട് ഉണ്ടാവും, സാറാ എന്താ സാറാ വി, എന്താ യു, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലാലോ. പേടിക്കണ്ട, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വി എന്ന് വെച്ചാൽ എന്താ മക്കളെ, പറയടാ, ഇമേജ് ഡിസ്റ്റൻസ്. യു എന്ന് വെച്ചാൽ എന്താടാ മക്കളെ, മക്കളെ പറയടാ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. വി ഇമേജ് ഡിസ്റ്റൻസ് ആണ്, യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അടിപൊളി, വെരി ഗുഡ്. എഫ് ഇസ് നത്തിങ് ബട്ട്, അതൊരു ഫോക്കൽ ലെങ്ത് ആണ്. എഫ് ഇസ് ഫോക്കൽ ലെങ്ത്. ഇതെല്ലാം ചേർന്നതാണ് നമുക്ക് വേണ്ട മിറർ ഫോർമുല. പക്ഷെ ഇതിൽ ഒരൊറ്റ പ്രശ്നമുണ്ട് കേട്ടോ, പ്രോബ്ലം ചെയ്യുമ്പോൾ സൈൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം, ഒന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ ശരിയാക്കാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്തത് അതേപോലെ എനിക്ക് പറയാനുള്ളതാണ് മാഗ്നിഫിക്കേഷൻ. പറയടാ, അതിന്റെ ഇക്വേഷൻ മാത്രം പറയാം, കാരണം നമുക്ക് പറഞ്ഞു കുറെ ഇരിക്കാൻ സമയമില്ല. ഓക്കെ, വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? ആരെങ്കിലും ഒരാൾ പറയോ? പോട്ടെ, മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എങ്കിലും പറ, മറ്റേ എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്ക് പിന്നെ നോക്കാം, സമയം ഉണ്ടാവില്ല. പറ, മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എങ്കിലും പറ. എവിടെ വരുന്നില്ലല്ലോ. ഓക്കെ, ഓ ഹായ് ബൈ ഹോ. ഓക്കെ, മാഗ്നിഫിക്കേഷൻ m denoted by m ലാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. അഥവാ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേറൊരു ഇക്വേഷനും ഉണ്ട്, -v/u. -v/u. ശ്രദ്ധിക്കണം കേട്ടോ. hi മീൻസ് വാട്ട് ഇസ് hi? ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ho എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. v എന്ന് വെച്ചാൽ ഇമേജ് ഡിസ്റ്റൻസ്, u എന്ന് വെച്ചാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് രണ്ടും സെയിം ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് hi/ho ഇസ് ഈക്വൽ ടു -v/u. ഇതും ഒന്ന് ഓർത്ത് വെക്ക. ക്ലിയർ? സോ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താ? hi/ho ആണ്. മാഗ്നിഫിക്കേഷൻ വേറൊരു ഇക്വേഷൻ എന്താ? -v/u. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്ക, ഇമ്പോർട്ടന്റ്. ഓക്കെ ആയിട്ടുണ്ടോ? ഇനി പ്രോബ്ലത്തിലേക്ക് കടന്നാലോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വരട്ടെ, ഇനിയും വരട്ടെ, പ്രോബ്ലത്തിലേക്ക് കടന്നാലോ? ഓക്കെ, ഇതെല്ലാം ഒന്ന് മനസ്സിലൊന്ന് റെഡിയാക്കി വെക്കണം. നമുക്ക് മെല്ലെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും റിപ്ലൈ തന്നോ? യെസ്, റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മെല്ലെ 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 ഓരോ പ്രോബ്ലം ചെയ്യാൻ, നിങ്ങൾ അതിന് ആൻസർ പറയണം. ഓക്കെ, പ്രോബ്ലം ചെയ്ത് റെഡി ആയാൽ തന്നെ കറക്റ്റ് ആവും, എല്ലാം ഓക്കെ ആയിക്കോളും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് 2024. 2024 എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലെ? 2024 ലാസ്റ്റ് ഇയർ ആണല്ലോ. ഓക്കെ, ചോദ്യം ഇതാണ്. ആൻഡ് ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് at a distance of എന്താ കീപാഡ് വരുന്നുണ്ടല്ലോ. ജസ്റ്റ് എ മിനിറ്റ് മക്കളെ. ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ്, മക്കളെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 centimeter from a convex mirror of focal length 15 centimeter. Find the position of image formed.
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യണോ നിങ്ങൾ ചെയ്യുന്നോ? ഞാൻ കൂടി ചെയ്യട്ടെ? എന്താ നിങ്ങൾ പറ, എന്താ ചെയ്യണ്ടേ? ഞാൻ ചെയ്യട്ടെ? ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, എന്നാൽ പിന്നെ ഒരുമിച്ച് നമുക്ക് ഇങ്ങോട്ട് ചെയ്തു പോവാം കേട്ടോ. ബിഫോർ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നാൽ യു ഹാവ് ടു റൈറ്റ് ഗിവൺ. ഗിവൺ മസ്റ്റ് ആണ്, അത് എഴുതണം. ഗിവൺ എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെന്റിമീറ്റർ. അപ്പൊ അത് എന്ത് വാല്യൂ ആണ്? യു ആണോ, വി ആണോ, എഫ് ആണോ? ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെന്റിമീറ്റർ. അത് യു ആണോ, വി ആണോ, എഫ് ആണോ? That is u, because object distance ആണ്, that is already given, that is 10 centimeter. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. യു ഷുഡ് ഓൾവേസ് പോസിറ്റീവ് എന്നാണ് എല്ലാവരും പറയാ, ബട്ട് ഈ ചാപ്റ്ററിൽ യു ഷുഡ് ഓൾവേസ് നെഗറ്റീവ്. പറഞ്ഞേ, യു ഷുഡ് ഓൾവേസ് നെഗറ്റീവ്. യാ, കാരണം ഈ ചാപ്റ്ററിൽ എല്ലാ യുവിന്റെ വാല്യൂ യു ഹാവ് ടു പുട്ട് വി മൈനസ് സൈൻ. ദാറ്റ്സ് വൈ ഐ സെഡ് യു ഷുഡ് ഓൾവേസ് നെഗറ്റീവ്. ക്ലിയർ? ആ യു ഷുഡ് അല്ല, നിങ്ങൾ നെഗറ്റീവ് ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. യു ഷുഡ് ഓൾവേസ് യു ക്ലിയർ. ബട്ട് യു, നിങ്ങൾ പോസിറ്റീവ് ആവണം കേട്ടോ, അത് വേറെ. ഓക്കെ, യു ഷുഡ്, ദിസ് യു ഷുഡ് പോസിറ്റീവ്, ബട്ട് ദിസ് യു ഷുഡ് നെഗറ്റീവ്. ഓക്കെ, എവിടെ എന്താ അത് ആരൊന്നും പറയാത്ത? ഓക്കെ, സോ യു ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 10 സെന്റിമീറ്റർ. നെഗറ്റീവ് മസ്റ്റ് ആയിട്ട് ഇടണം, ബിക്കോസ് വൺസ് യു ഫോർഗോട്ട് ടു യൂസ് നെഗറ്റീവ് ദെൻ പ്രോബ്ലം വിൽ ബി റോങ്. ക്ലിയർ? പിന്നെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ മക്കളെ? എന്തെങ്കിലും തന്നിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും വാല്യൂസ് ഇസ് ദേർ ടു ഫോർ യു? തന്നിട്ടുണ്ടോ? യെസ്, they give focal length. Focal length is already given, that is 15 centimeter. 15 right? അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇതിനെന്താ സൈൻ ഇല്ല സാറേ? യെസ് ഉണ്ട്, ശ്രദ്ധിച്ചോ. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഐദർ ഇറ്റ് ഇസ് ലെൻസ് ഓർ മിറർ, നോ മാറ്റർ അറ്റ് ഓൾ. ഇഫ് ഇറ്റ് ഈസ് കോൺവെക്സ്, ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ അവസാനം കോൺവെക്സിൽ എക്സ് ഇടൂലേ, ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് പോസിറ്റീവ്. ചിന്തിച്ച് നോക്കുക, അപ്പൊ കുറച്ചും കൂടി ഓർമ്മ ഉണ്ടാവും. ക്ലിയർ? സോ അത് മിറർ ആയിക്കോട്ടെ, ലെൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കോൺവെക്സ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഫോക്കൽ ലെങ്ത് ഓൺലി, ഫോക്കൽ ലെങ്ത് ഓൺലി. എവിടെയെങ്കിലും അത് എഴുതി വെച്ചോ. ഫോർ കോൺവെക്സ് മിറർ ആൻഡ് ലെൻസ്, ഫോക്കൽ ലെങ്ത് ഇസ് പോസിറ്റീവ്. ഫോർ കോൺവെക്സ് മിറർ ആൻഡ് കോൺവെക്സ് ലെൻസ്, ഫോക്കൽ ലെങ്ത് ഇസ് പോസിറ്റീവ്. ഫോർ കോൺകേവ് ലെൻസ് ആൻഡ് കോൺകേവ് മിറർ, ഫോക്കൽ ലെങ്ത് ഇസ് നെഗറ്റീവ്. മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ മക്കളെ? പറയടാ, ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആ, പോസിറ്റീവ്. കാരണം ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ബിക്കോസ് ഇത് കോൺവെക്സ് ലെൻസ് ആണ്. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ? ഇമേജിന്റെ പൊസിഷൻ. ഇമേജിന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ അതിന് വി എന്നാണ് പറയാ. എന്താ പറയാ? എന്താ പറയാ? വി ഹാവ് ടു ഫൈൻഡ് വി. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. അയ്യോ സാർ, നമ്മൾ ഹൗ ക്യാൻ വി ഫൈൻഡ് ദിസ്? ഓക്കെ, വി ഹാവ് എ മിറർ ഫോർമുല. 1/v plus 1/u is equal to 1/f. Once again, 1/v plus 1/u is equal to 1/f. നമുക്ക് വേണ്ടത് v ആണ്. ആദ്യം 1/v കണ്ടുപിടിക്കുക, then we can reciprocate it. Okay, so 1/v is equal to, പറഞ്ഞോ, 1/f is also already is there, plus 1/u അങ്ങോട്ട് പോകുമ്പോ എന്തായിട്ട് മാറും? പ്ലസ് 1/u അങ്ങോട്ട് പോകുമ്പോ എന്തായിട്ട് മാറും? വരട്ടെ, സമയമില്ല, പെട്ടെന്ന് വരട്ടെ. പ്ലസ് 1/u ആയിരുന്നു, അത് ഇങ്ങോട്ട് വരുമ്പോ മൈനസ് 1/u ആവും. പ്ലസ് 1/u അങ്ങോട്ട് പോകുമ്പോ മൈനസ് 1/u ആവും. ഇനി നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. 1/v, ആ 1 focal length is 15 minus 1/u. ന്റെ വാല്യൂ എത്ര ആയിരിക്കും? -10. This minus got positive, right? അപ്പൊ 1/v is equal to 1/15 plus 1/10. ചെയ്തിട്ട് ആൻസർ പറഞ്ഞ പെട്ടെന്ന് ക്രോസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അവസാനം ഒന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുക. റെസിപ്രോക്കൽ ചെയ്യണം. ഞാൻ ചെയ്തോട്ടെ? നിങ്ങൾ ചെയ്യുന്നോ ഞാൻ ചെയ്യണോ? യെസ്, 25/150. 150 ആണ്. അത് വെട്ടിയാൽ തന്നെ നമുക്ക് അറിയാം 1/6 ആയിരിക്കും. അപ്പൊ തിരിച്ചിടുമ്പോ 6 സെന്റിമീറ്റർ ആയിരിക്കും. സോ ആൻസർ 6 സെന്റിമീറ്റർ. ഹൗ മെനി ഓഫ് ദി അണ്ടർസ്റ്റുഡ് ദി പ്രോബ്ലം? എത്ര പേർക്ക് ക്ലിയർ ആയിട്ടുണ്ട്?
6 സെന്റിമീറ്റർ കിട്ടിയ ആൻസർ. റിപ്ലൈ ചെയ്യണമെങ്കിൽ മീൻസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ഈ ചോദ്യത്തിൽ ഒരു കാര്യം ഇല്ല, ബട്ട് എന്നാലും ഞാനൊന്ന് ചോദിക്കാം. ഓക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, കാരണം നിങ്ങൾക്കൊന്ന് ഇത് ഈ പ്രോബ്ലം കഴിഞ്ഞ വർഷം ഇത്രേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ, കഴിഞ്ഞ വർഷം ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ബട്ട് ഞാൻ ഇതിൽ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്ക്, ക്ലിയർ. ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. യുവിന്റെ വാല്യൂ -10 ആണ്, ക്ലിയർ. എഫിന്റെ വാല്യൂ +15 ആണ്. അവര് ചോദിച്ചത് ടു ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ്. വി ആണ് കണ്ടുപിടിക്കേണ്ടത്, ക്ലിയർ. സോ ഇക്വേഷൻ അറിയാം, 1/v + 1/u is equal to 1/f. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ഇടാനുള്ള കാരണം, ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഫോക്കൽ ലെങ്ത് പോസിറ്റീവിന്റെ റീസൺ എന്താ? മിറർ ഇസ് കോൺവെക്സ് ആയതുകൊണ്ടാ. കോൺകേവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഇടാമായിരുന്നു. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ക്ലിയർലി, ദ ലെൻസ് മിറർ ഇസ് കോൺവെക്സ്. ഫോർ കോൺവെക്സ് മിറർ ഫോക്കൽ ലെങ്ത് ഷുഡ് ബി പോസിറ്റീവ്. പിന്നെ യുവിന്റെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, ഒബ്ജക്ട് ഡിസ്റ്റൻസ് 10 തന്നിട്ടുണ്ട്, അത് എന്തായാലും നെഗറ്റീവ് ആയിരിക്കണം. ബിക്കോസ് ഒബ്ജക്ട് ഷുഡ് ഓൾവേസ് കെപ്റ്റ് അറ്റ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആവുമ്പോൾ നെഗറ്റീവ് വേണ്ടേ? അപ്പൊ യുവിന്റെ കാര്യം മറക്കരുത്, എഫിന്റെ കാര്യം മറക്കരുത്. വി പിന്നെ നോ ഇഷ്യൂസ്, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ റെഡിയാക്കാം. ഓക്കെ, സോ 1/v പൊസിഷൻ ഓഫ് ദി ഇമേജ് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/v + 1/u is equal to 1/f. Take this +1/u to that side, it become -1/u. Sir, v എപ്പോഴും പോയോ? മെസ്സേജ് പോയോ? ഒറ്റ മിനിറ്റ്, v എപ്പോഴും ഞാൻ കണ്ടിട്ടില്ല, അപ്പോഴത്തേക്കും പോയി. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? അയ്യോ പോയോ? അത് ജംപ് ടു ദി ലേറ്റസ്റ്റ് പോയോ? ഇതാരാ ചോദിച്ചത്? എന്തോ ചോദിച്ചാൽ വായിക്കുമ്പോഴത്തേക്കും അത് മോണിറ്ററിന് മറ്റു പോയി പോയോ? എനിവേ നമുക്ക് ഞാൻ പറയാം, വി എപ്പോഴും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അല്ല, വി കോൺവെക്സ് ആണെങ്കിൽ, കോൺവെക്സ് മിറർ ആണെങ്കിൽ വി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബട്ട് കോൺകേവ് മിറർ ആണെങ്കിൽ സം സിറ്റുവേഷനിൽ അത് നെഗറ്റീവും ആവും, സം സിറ്റുവേഷനിൽ പോസിറ്റീവും ആവും. അത് ഞാൻ പ്രോബ്ലം പറഞ്ഞുതരാം. കോൺവെക്സ് മിററിൽ കുഴപ്പമില്ല, കോൺവെക്സ് മിററിൽ വി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയാണ് കിട്ടുക. മനസ്സിലായിട്ടുണ്ടോ? ഏതോ ഒരാളാണ് ചോദിച്ചത്, ബട്ട് എനിക്ക് പേരൊന്നും അറിയില്ല. അവർക്കുള്ള ഒരു ആൻസർ ആണിത്. ഓക്കെ, പോയോ? അത് ചോദിച്ചാരാന്ന് അറിയില്ല. ഓക്കെ, ആരായാലും പറഞ്ഞു, ചോദിച്ച ആൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, 1/v is equal to, പറ ഇങ്ങോട്ട് കൊണ്ടുപോവാ, -1/f - 1/u ആയിരിക്കും. അത് 1/15 - 1/u ക്ക് -10 ആണ് വാല്യൂ. ദിസ് മൈനസ് ഗോട്ട് പോസിറ്റീവ്. ക്രോസ് ചെയ്യുമ്പോൾ അറിയാം 10ഉം 15 25 ഡിവൈഡഡ് ബൈ 150 തിരിച്ചിടണം, അപ്പൊ 6 ആവും. ക്ലിയർ? ഒരു ഹെൽപ്പ് ചെയ്യോ? മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ അത് നമ്മൾ തന്നെ ചെയ്താലോ? മാഗ്നിഫിക്കേഷൻ എന്താ, എങ്ങനെ കണ്ടുപിടിക്കുക? അഥവാ മാഗ്നിഫിക്കേഷൻ ഇതിൽ ചോദ്യത്തിലില്ല. മാഗ്നിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? പിന്നെ ഞാൻ ചെയ്തോട്ടെ, മാഗ്നിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യട്ടെ? അയ്യോ, ബോർഡ് ഞാൻ വായിച്ചു. ഓക്കെ, നോ പ്രോബ്ലം. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു -v/u. അപ്പൊ m ഇസ് ഈക്വൽ ടു മൈനസ്, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് v? 6 ആണ്, ഡിവൈഡഡ് ബൈ u -10 ആണ്. ദിസ് മൈനസ് ഇസ് ഓൾറെഡി ഇക്വേഷനുള്ള മൈനസ് ആണ്, അല്ലാണ്ട് വിന്റെ മൈനസ് അല്ല. ഓൾറെഡി ഇക്വേഷനിൽ മൈനസ് ഉണ്ടല്ലോ, ആ മൈനസ് ആണ്. വിന്റെ വാല്യൂ +6 ആണ്, അതുകൊണ്ട് 6 ഡിവൈഡഡ് ബൈ മൈനസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 3/5. 3/5 ഗ്രേറ്റർ ദൻ 1 ആണോ ലെസ് ദൻ 1 ആണോ അവിടെ മക്കളെ? ലെസ് ദൻ 1 ആയിരിക്കൂലേ? അല്ലേ? ലെസ് ദൻ 1. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബട്ട് ഇതിൽ എനിക്ക് കുറച്ച് ഷോർട്ട് കട്ട്സും കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരാണ്ട്, അതിന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ആ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണോ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ, സൈസ് ഒക്കെ ചോദിക്കുന്ന പ്രോബ്ലം ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ കോൺസെപ്റ്റും പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത് മൊത്തം? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീപ്പിലുള്ള പ്രോബ്ലം ചെയ്യാം. ഇന്ന് ഞാൻ കുറെ കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്, കുറെ ഡീപ്പിലുള്ള എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എക്സാംസ് ഒക്കെ ഏകദേശം അടുത്തായിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം, നല്ല കെയർഫുൾ ആയിട്ട് പഠിക്കണം, സ്കോർ നന്നായിട്ട് കൂട്ടണം.
ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. ബിക്കോസ് ടൈം ഇസ് ഓൾമോസ്റ്റ് പീക്കാണ് അല്ലേ. നമ്മൾ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു തുടങ്ങാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലാസ്സിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, സോ ഗുഡ് നൈറ്റ്, ബൈ.